ഇച്ചിരി ഒന്ന് ഒതുങ്ങിയില്ല അതേസമയം നാട്ടുകാർ പറയുന്നതേ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലല്ലോ, നമ്മൾ തീർച്ചയായിട്ടും ഇതിന് നമ്മൾ പ്രാഥമിക ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇത് അന്വേഷണം പൂർണ്ണമായി തീർച്ചയായിട്ടും ഡീറ്റെയിൽ അന്വേഷണം നാഷണൽ ഹൈവേയുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തുകൊണ്ടാണ് സംഭവിച്ചത് വ്യക്തമായിട്ടൊരു അന്വേഷണം ഉണ്ടാവും, നാഷണൽ ഹൈവേയുടെ ഭാഗത്തുണ്ടാവും. പ്രാഥമിക രൂപത്തിൽ നമ്മളിപ്പോ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ടോൾ പ്ലാസ ആണ്. ഏകദേശം 38 മീറ്റർ വീതിയുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്ന ഗാൻട്രിക്ക് വെച്ച് ലിഫ്റ്റ് വെച്ചതിന് ശേഷം സൈഡ് പുഷ്, നമ്മൾ നോർമൽ കേസിൽ ഇതിനടിയിൽ ബെയറിംഗ് ഉണ്ട്, ബെയറിംഗിന്റെ വെള്ളി കൃത്യമായിട്ട് പുഷ് എടുത്ത് വെക്കുവാണ്. പക്ഷെ ഇവിടുത്തെ കേസിൽ ഇവിടെ അത് സാധ്യമല്ല. ഗാൻട്രിക്കേറ്റർ എടുത്ത് റേസ് ചെയ്തതിനു ശേഷം ഇത് സൈഡിലോട്ട് മാറ്റി വെക്കുകയും ഈ ബെയറിംഗിന്റെ വെള്ളം ഉയർത്തി വെക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ ഈ ഞാൻ മനസ്സിലാക്കിയത് ഉയർത്തി വെച്ച സമയത്ത് ജാക്ക് ഫെയിലിയറായി ഇത് താഴെ വീണെന്നാണ് മനസ്സിലാക്കിയത്. ഇതല്ലേ പറയാം, ഒരെണ്ണം വീണു, അത് മറ്റേ ബീമിന്റെ മേളിലോട്ട് ഗാർഡറിന്റെ മേളിലോട്ട് വീണു, അങ്ങനെ രണ്ടുകൂടെ കൊളാപ്സ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ സമയത്ത് നമ്മൾ ഈ സമയത്ത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാഹന നിയന്ത്രണം പറഞ്ഞിരുന്നു, ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചത് പരിശോധിക്കാം. നമ്മൾ സാറിന് നമ്മൾ ഈ ഇത് സമയത്ത് വാഹനം ട്രാഫിക് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു, സ്റ്റോപ്പ് ചെയ്യാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത് നോക്കാം. ഒരു വണ്ടി വാഹനം വന്ന് കയറിയത് അബദ്ധത്തിൽ ഒരു രാജേഷ്, നമ്മുടെ പള്ളിപ്പാട് സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ബോഡി ഇപ്പൊ ജനറൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട്. സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടതല്ലേ? സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടുമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇതിപ്പം 1000 ദിവസമാണ് നമ്മളിതിന്റെ കൺസിസ്റ്റൻസി ഉള്ളത്. ഇവിടെ 2700ഓളം ഗാർഡേഴ്സ് സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ഫുൾ ഇവിടെ വർക്കുകൾ ഡേ ആൻഡ് നൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ നമ്മൾ ഈ ഇറക്ഷനും അതോടൊപ്പം തന്നെ ഈ ലിഫ്റ്റിംഗും ഒക്കെ നൈറ്റ് സമയത്താണ് കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നം വെച്ചാൽ ഏകദേശം 70 യൂണിറ്റ് പെർ ഡേ, ഒരു ദിവസം ഒരു മിനിറ്റിൽ 70 വാഹനങ്ങൾ ഇതിലേക്ക് കടന്നു പോകും. അപ്പൊ നമുക്കത് ബ്ലോക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. ട്രാഫിക് ഒരു നിയന്ത്രണത്തിലൂടെ ഈ കാര്യങ്ങൾ രണ്ടും നടത്തിയേ പറ്റത്തുള്ളൂ. സാങ്കേതിക പിഴവ് എന്ന രീതിയിലേക്കാണ് ചെയ്യാൻ പറ്റും സാറേ? ഉണ്ട് തീർച്ചയായിട്ടും. ഇല്ലില്ല, പോലീസിന് ത്രൂ ഔട്ട് നമ്മളെ പോലീസും അതോടൊപ്പം തന്നെ മാർഷൽസിനെ ഡിപ്ലോയ് ഈ അപകടം നടന്നപ്പോൾ ജീവനക്കാർ ജോലിക്കാർ ഓടിപ്പോയി, അങ്ങനെ പെട്ടെന്ന് അതുകൊണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നാട്ടുകാർ പറയുന്നത്. അത് സ്വാഭാവികമല്ലേ, ആൾക്കാർ ഭയപ്പെട്ടു പോയത്. ഇങ്ങനെ ഇത്ര വലിയ സംഭവം ഭയപ്പെട്ട് മാറിക്കാണും. പക്ഷെ അവർ തിരിച്ചു വന്ന് ഉയർത്തി ബോഡി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ അപകടം നടന്ന് ആദ്യം ഓടിയെത്തിയ നാട്ടുകാർ പറഞ്ഞത് ഇവിടെ ആ സമയത്ത് തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, പോലീസ് സംവിധാനമോ അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. നോക്കാം, പരിശോധിക്കാം. ആവശ്യപ്പെട്ടു, അശോക ബിൽഡേഴ്സിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഗതാഗതം നമ്മൾക്കിപ്പോ ഇവിടെ തന്നെ ഇപ്പൊ ഈ ഭാഗം തുറന്നുവിടാനായിട്ട് പറഞ്ഞേക്കുന്നു. ഒരു സൈഡിൽ കൂടെ നമ്മൾ ട്രാഫിക് കൊണ്ടുപോവുകയും മറ്റേ സൈഡ് നേരത്തെ നമ്മൾ ചെയ്യുന്ന മാതിരി അരുക്കുറ്റി വഴി ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പിന്നെ ഇപ്പൊ നിലവിൽ രണ്ടും എക്സ്ട്രാ ജംഗ്ഷൻ തിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അരുക്കുറ്റി വഴി തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ഒരു ലൈൻ ഇതിലേ വിടുകയും മറ്റേത് അതിലേക്ക് ഇറക്കി വിടാൻ പ്രതീക്ഷിക്കുന്നു. ഭാഗ്യമായിട്ട് പുനഃസ്ഥാപിച്ചു. അതെ. അപ്പൊ നമുക്ക് ഈ ഇവിടുത്തെ ഒരു ഭാഗത്ത് നമ്മൾ ഗാൻട്രി ഗേറ്ററിനകത്ത് നമ്മൾ വിഷയം നോർമൽ ഹൈവേയുടെ വീതി 24.5 മീറ്ററാണ്. നമ്മൾ ഗാൻട്രി ഗേറ്റർ പ്ലേസ് ചെയ്ത് 30 മീറ്റർ, പക്ഷെ ഇവിടുത്തെ വീതി 38 മീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചാൽ ഈ ഗാർഡർ ഉയർത്തി ഈ ബാരിങ്ങിന്റെ മുകളിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് സൈഡിൽ വെച്ചിട്ട് പുഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മുടെ ഹൈഡ്രോളിക് ജാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച് പുഷ് ചെയ്തതിനു ശേഷം ആ പൊസിഷൻ വന്നതിന് ശേഷം ഇത് ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്ത ഇതിന്റെ വെളി വെക്കണം, ബാരിങ്ങിന്റെ വെളി വെക്കണം. അപ്പൊ ആ സമയത്താണ് ഈ ജാക്ക് ഫെയിൽ ആവുകയും ഇത് സംഭവിക്കുന്നത്. ഒരെണ്ണം മറിഞ്ഞു, അത് മറ്റേതിന്റെ വെളി തട്ടി രണ്ടും താഴെ വീഴും. തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ ഉള്ളത് നമുക്ക് പിന്നെ KCCയുടെ ഭാഗത്താണ്, നമ്മുടെ അവിടെ ബീച്ചിന്റെ ഭാഗത്ത്. അപ്പൊ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് മൊത്തം അവര് എക്സ്പെൻസിൽ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരുന്നു അവിടെ ബീം. പക്ഷെ ലിഫ്റ്റ് ചെയ്തപ്പോ അല്ലല്ലോ, നമ്മുടെ വണ്ടിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞു വിടയില്ല. വണ്ടിയിൽ നിന്ന് വിടയില്ലോ, വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു വിടയാണ്. ഈ പലതവണ മീറ്റിംഗ് കൂടുകയും ഈ ഇതുവഴിയുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പലതവണ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അപ്പോൾ ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? അല്ല, നമ്മളെ സംബന്ധിച്ചുള്ള ഇതൊരു ഇത്രയും വലിയ കോംപ്ലക്സ് വർക്കാണ്. 2700 ബീമുകൾ ലിഫ്റ്റ് ചെയ്യണം, അത് പ്ലേസ് ചെയ്യണം. വലിയ കോംപ്ലക്സ് ഒരു ടൈം ബൗണ്ടായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടൊരു നമുക്കൊരു ജാക്ക് ഫെയിൽ, ഹൈഡ്രോളിക് ജാക്കുകളാണ്. അപ്പൊ ഫെയിൽ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം അത് കൃത്യമായിട്ട് ഈ ഹൈഡ്രോളിക് ജാക്ക് ഫെയിൽ ആയത് സംഭവിച്ചത് തീർച്ചയായിട്ടും അത് വരാൻ പാടില്ലാതെയായിരുന്നു. പക്ഷെ അത് സംഭവിച്ചു പോയി സംഭവം. നമ്മൾ ഗതാഗത നിയന്ത്രണം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും തന്നെ നമുക്ക് 28ഓളം മാർഷൽസിനെ ഇവിടെ ഡിപ്ലോയ് ആയിട്ടുണ്ട്. അവിടെ പോലീസിന്റെ ടീമും ഉണ്ട്.
തീർച്ചയായിട്ടും അന്വേഷണം ഇന്ന് തന്നെ റിപ്പോർട്ട് എന്തെങ്കിലും നാഷണൽ ഹൈവേയുടെ ഇന്ന് തന്നെ പറ്റൂല. നമ്മൾ അതിന്റെ എക്സ്പെർട്ടുകളൊക്കെ വന്ന് അന്വേഷിച്ചിട്ട് പറ്റത്തുള്ളൂ. അവർ എക്സ്പെർട്ടുകൾ വരും. തീർച്ചയായിട്ടും എന്തോ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ അല്ലേ, എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇപ്പോഴാണ് വരുന്നത്. അതനുസരിച്ച് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷേ അത് സംഭവിച്ചുപോയി. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇത് ഈ എല്ലായിടത്തും നടക്കുന്ന ഒരു പണിയാണ്. ഇത് എവിടെ വേണമെങ്കിൽ ഈ ഉത്തരം ഇതുപോലെ പറയാമെന്ന് പറയുന്നത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നതല്ലേ? തീർച്ചയായും ശ്രീജ, കാരണം ഈ ആശങ്കകൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നു, ആലപ്പുഴ ജില്ലാ കളക്ടർ വർഗീസ് സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് ഇത് വലിയ രീതിയിലുള്ളൊരു ടാസ്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗർഡറുകൾ സ്ഥാപിക്കേണ്ട ഒരു ജോലിയാണ്, അത് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് മുന്നിൽ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട് എന്നതെല്ലാം തന്നെ പറയുമ്പോഴും ആരുടെ സുരക്ഷ, അത് എവിടെ നിൽക്കുന്നു എന്നൊരു വലിയ ചോദ്യം അപ്പോഴും ഉയരുന്നുണ്ട്. കാരണം ഇതിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മതിയായ വെളിച്ച സംവിധാനം പോലും ഇല്ലാതെ രാത്രികാലങ്ങളിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ആളുകൾ ഇതെല്ലാവരും തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ പറയുന്നൊരു കാര്യമാണ്. അത് സുരക്ഷാ ഓഡിറ്റിംഗ് അടക്കം നടത്തുമെന്നെല്ലാം തന്നെ പറയുമ്പോൾ പോലും ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ചുള്ള മതിയായ പരിശോധനകൾ, തുടർന്ന് ഇത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതെങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിക്കാതെ വളരെ വേഗം മുന്നോട്ട് പോകുന്നുണ്ട്, വികസനമാണ്, അതെല്ലാം തന്നെ പറയുമ്പോൾ പോലും ഇവിടെ പണി ചെയ്യുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഇതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ, ദിനംപ്രതി ഒരു മിനിറ്റിൽ 70-ലധികം വാഹനങ്ങൾ കടന്നു പോകുന്നു എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അതിന്റെ ഒരു ബാഹുല്യം നമുക്ക് മനസ്സിലാക്കാം. എത്രയധികം യാത്രക്കാർ ഇതിലൂടെ കടന്നു പോകുന്നു എന്നതെല്ലാം തന്നെ മനസ്സിലാക്കാവുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സുരക്ഷ സംബന്ധിച്ച് ആർക്ക് ഉറപ്പ് നൽകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇനിയെങ്കിലും ഇത്തരം ഈ ഉണ്ടായ അപകടങ്ങളെ അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് ഇനിയെങ്കിലും അധികൃതർ അത് തയ്യാറാകേണ്ടതുണ്ട്. കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ആളുകൾ പറയുന്നത് പോലെ എത്രയധികം പേരുടെ ജീവനുകൾ ഇവിടെ നഷ്ടമായിരിക്കുന്നു എന്നതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അത് പലതും തന്നെയും നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടേതാണ്. പലരും തന്നെ ഭൂരിഭാഗം പേരും തന്നെ ഇതര സംസ്ഥാനക്കാരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അതിനൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ നാളുകൾക്കായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒട്ടനവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന്റെ ഒരു കണക്കെടുപ്പ് നടത്തേണ്ടതല്ലേ എന്നൊരു ചോദ്യം. തീർച്ചയായിട്ടും ആ ചോദ്യം ഇങ്ങനൊരു അപകടമുണ്ടായ സമയത്ത് മാത്രമാണ് ഉയർന്നു വരുന്നത് എന്നതാണ് ഖേദകരം. നാട്ടുകാർ ഉയർത്തുന്ന പരാതികൾ, അവരുടെ ആശങ്കകൾ, അത് അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എന്തായാലും വിദഗ്ധരെത്തും. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റി തയ്യാറാക്കുക. എന്തായാലും ഒരു ദാരുണമായ ഒരു മരണമുണ്ടായി. ഗേഡർ ഉയർത്തുന്നതിനിടെ ഇടിഞ്ഞു വീണാണ് ഇന്നലെ രാത്രി പുലർച്ചെയോടെ ചന്ദരൂരിൽ, എറണാകുളം അരൂർ പാതയിൽ ചന്ദരൂരിൽ അപകടം